ഹായ് ഹലോ നമ്മളീ പോകുന്നതേ ആരൂട്ടിനൊരു ടോയ് വാങ്ങാനാണ്. അവൻ്റെ ബർത്ത്ഡേ ആണ് തിങ്കളാഴ്ച. ഈ ബർത്ത്ഡേക്ക് പ്രത്യേകതയും കൂടിയുണ്ട്. അവൻ ജനിച്ചിട്ട് അവൻ്റെ 5ാമത്തെ ബർത്ത്ഡേക്കാണ് അവൻ്റെ അച്ഛൻ അവൻ്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നത്. കാരണം മൂപ്പര് ആർമിയിലായതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് സമയത്ത് എത്താനൊന്നും പറ്റിയില്ല. ബേബി ഉണ്ടായിട്ട് 9 മന്ത് ആയപ്പോഴാണ് ബേബീനെ കാണുന്നതും കൂടെ. അങ്ങനെ അതാ ആരൂട്ടിന് ഇഷ്ടപ്പെട്ട ടോയ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എല്ലാത്തിലും കയറി നോക്കുകയാണേ. അപ്പോൾ അതാ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. പക്ഷേങ്കിൽ അത് ഗിയറൊക്കെ കൊടുക്കാൻ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അവന് നല്ല പേടിയുണ്ട്. എന്നിരുന്നാലും അവൻ എല്ലാ ടോയ്സും എടുത്തിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ ഈ ഒരു കാറാണ് അവന് ഇഷ്ടമായത്. പക്ഷേങ്കിൽ ഇതിൻ്റെ വേറൊരു കളറാണ് ഇപ്പോൾ മൂപ്പർ എടുക്കുന്നത്. അങ്ങനെ ഇതാ അതിൻ്റെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും അവനിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് എന്താന്നൊക്കെ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണേ. ഇതാ ഈ ഒരു വണ്ടിയാണ് അവൻ എടുത്തേക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് പക്ഷേങ്കിൽ എന്താ എല്ലാ വണ്ടി അവനിങ്ങനെ ഓടിച്ച് നോക്കുകയാണ്. അവന് വണ്ടികൾ ടോയ്സ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവനിങ്ങനെ എന്താ പറയുക ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒടുവിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മൂപ്പർക്ക് ഈ വണ്ടിയാണ് ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെ അതാ അതിൽ ഓടിച്ച് നോക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഓടിക്കണം. അവിടെയാണെങ്കിൽ അധികം സ്പേസും ഇല്ല ഉള്ളിൽ ഓടിക്കാൻ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ ഈ വണ്ടിയാണ് അവൻ എടുക്കുന്നത്. ആ വണ്ടിയുടെ കീയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഈ വണ്ടി ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതാ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഓട്ടോയിലാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതാ ഓട്ടോയിൽ കയറ്റുമ്പോഴത്തേക്കും അവൻ എന്താ പറയുക എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടി കയറ്റി നമ്മൾ വീട്ടിൽ പോയി. ബൈ ബൈ.